നമസ്കാരം. വാഗമണിലെ തോട്ടം തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള ഗ്രാറ്റുവിറ്റിക്ക് ആനുപാതികമായി 3 മുതൽ 10 സെൻറ്റ് വരെ ഭൂമി നൽകാമെന്നുള്ള വ്യവസ്ഥയുടെ മറവിൽ നടക്കുന്ന ഒരു വൻ ഭൂമി കയ്യേറ്റവും ഭൂമി മുറിച്ചു വിൽപ്പനയുമാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഏലപ്പാറ വില്ലേജിൽ വാഗമണിലാണ് ഈ സംഭവം. വാഗമൺ കണ്ണംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഭൂമി ഇതുപോലെ ഇപ്പോൾ മുറിച്ചു വിൽക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. ഇത് നിരവധി പരാതികൾ നാട്ടുകാർ ഇത് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കായിട്ടില്ല. ഒരു നിലവിലുള്ള ഒരു മന്ത്രിയുടെ ബിനാമിക്ക് വേണ്ടിയാണ് ഈ ഭൂമി ഇവിടെ മുറിച്ചു വിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ ആരോപിക്കുന്നത്. ഏതാണ്ട് 150ഓളം ഏക്കർ ഭൂമിയാണ് ഇങ്ങനെ മറിച്ചു വിൽപ്പന നടത്തുന്നത്. ഓർക്കണം, സർക്കാരിലെ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹരായ തോട്ടം തൊഴിലാളികൾക്ക് തോട്ടം പൂട്ടിപ്പോയ സമയത്ത് 3 മുതൽ 5-10 സെൻറ്റ് വരെ ഭൂമി നൽകാവുന്ന ഒരു കരാർ നിലവിലുണ്ടായിരുന്നു. ആ കരാറിൻ്റെ മറവിലാണ് ഇപ്പോൾ ഈ ഭൂമി മുറിച്ചു വിൽക്കുന്നത്. 2006 മെയ് 21 ഇടുക്കി കളക്ടറേറ്റിൽ ട്രേഡ് യൂണിയൻ നേതാക്കളും അന്നത്തെ MLA നടത്തിയ ചർച്ചയിലാണ് ഗ്രാറ്റുവിറ്റിക്ക് പകരമായി ഭൂമി കൈമാറാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതിയുടെ മറവിൽ ഇവിടെ സ്ഫോടനങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സർവേ നമ്പർ 734 പെട്ട 2 ഏക്കറോളം വരുന്ന തോട്ടഭൂമിയിലാണ് ഇവിടെ ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നിരവധി പരാതികൾ സർക്കാരിന് ലഭിച്ചു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉൾപ്പെടെ, അതായത് തോട്ടഭൂമി ഏക്കർ കണക്കിന് മുറിച്ച് നൽകുന്നത് വെറും ഒരു തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു കരാറിൻ്റെ മറവിൽ ഭൂമി മുറിച്ച് നൽകുന്നതിനെതിരെയാണ് പരാതി. എന്നാൽ പ്ലാന്റേഷൻ ഭൂമി ആയതുകൊണ്ട് ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് തടസ്സമില്ലെന്നാണ് റവന്യൂ അധികാരികളുടെ മറുപടി. വൻ കൊള്ളയാണ് ഇതിൻ്റെ മറവിൽ നടക്കുന്നതാണ് അറിയുന്നത്. നിരവധി തൊഴിലാളികൾക്ക് ഇവിടെ 3 മുതൽ 10 സെൻറ്റ് വരെ ഭൂമി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഒറ്റ ഉത്തരവിൻ്റെ മറവിലാണ് ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി നിരപ്പാക്കി പ്ലോട്ടുകളായി വിൽക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. വൻ കൊള്ളയാണ്. ഈ വാഗമണിലേക്കുള്ള വഴിയുടെ സൈഡിൽ നിന്നാൽ നമുക്ക് ഇതിൻ്റെ ഭീകരത മനസ്സിലാകും. വാഗമൺ ഏലപ്പാറ റോഡ് അരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഭൂമി നിരപ്പാക്കുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ദൃശ്യമാണ്. ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് തോട്ടഭൂമി മുറിച്ചു വിൽക്കാനോ മൊത്തത്തിൽ വിൽക്കാനോ സാധിക്കില്ല. അങ്ങനെ ഇരിക്കെയാണ് വാഗമണിലെ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് അവർക്ക് കിട്ടാനുള്ള ഗ്രാറ്റുവിറ്റി വിഹിതമായിട്ട് 3 മുതൽ 10 സെൻറ്റ് വരെ ഭൂമി അതാത് തോട്ടത്തിൽ നിന്ന് തന്നെ മുറിച്ച് നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനത്തിൻ്റെ മറവിലാണ് ഇവിടെ 2000ഓളം ഏക്കർ ഭൂമി മുറിച്ച് വിൽക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇവിടെ അനധികൃതമായി പാറ പൊട്ടിക്കുകയും മണ്ണെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ പരാതി വ്യാപകമായപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. എന്നാൽ കെട്ടിട നിർമ്മാണത്തിനും വികസനത്തിനുമായി പഞ്ചായത്ത് നൽകിയ ഉത്തരവ് മാത്രമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നാണ് റവന്യൂ അധികൃതരുടെ വാദം. ഹൈക്കോടതിയിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് അനുമതി ഉണ്ടെന്നാണ് റവന്യൂ അധികൃതർ ആദ്യം പറഞ്ഞിരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലുള്ള വാഗമണിലെ പ്രത്യേക ഭൂപ്രകൃതിയിൽ ദുരന്ത നിവാരണ സേനയുടെ അനുമതിയില്ലാതെ ഇത്രയധികം മണ്ണ് നീക്കം ചെയ്യുന്നത് ചൂരൽമലയിലേതുപോലുള്ള വൻ ദുരന്തങ്ങൾക്ക് വഴിവെക്കാമെന്നാണ് പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പ്ലാന്റേഷൻ ഭൂമി ആയതുകൊണ്ട് മാത്രം കെട്ടിട നിർമ്മാണത്തിന് തടസ്സമില്ലെന്ന മുൻ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. 5.86 ഹെക്ടർ ഭൂമിക്ക് മാത്രമാണ് നിർമ്മാണ അനുമതിയുള്ളത്. ബിൽഡിംഗ് പെർമിറ്റും ലഭിച്ചിട്ടുണ്ട്. കുന്നുകൾ ക്രമീകരിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നാണ് വില്ലേജ് ഓഫീസർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കളക്ടർ ഉത്തരവ് പ്രകാരം പാറ പൊട്ടിക്കുന്നതിന് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഫീസ് അടപ്പിച്ചു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വിഷയം ചർച്ചയായതോടെയാണ് കൂടുതൽ രേഖകൾ പരിശോധിച്ചതെന്നും ഇവിടുത്തെ വാഗമണിലെ വില്ലേജ് ഓഫീസർ നേരത്തെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. എന്തായാലും വഴിവിട്ട വളരെ വിശാലമായ വലിയ ഒരു ഭൂമി കയ്യേറ്റവും ഭൂമി മുറിച്ചു വിൽപ്പനയും അഴിമതിയുമാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇതിന് പിന്നിലെന്നുള്ളതാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. പരാതിക്കാർ നിരവധി പേരുണ്ട്. ഇവരുടെ പരാതി ഒന്നും ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. ഇടയ്ക്കൊരു സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും അതിനുശേഷം കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഇവിടെ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും വൻ കൊള്ള നടന്നിട്ട് ഇതിന് വേണ്ട ഒത്താശ അധികൃതർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. വാഗമണിൽ നിന്നും ജി വിശാഖൻ, മറുനാടൻ മലയാളി.